ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. എമ്പുരാന്റെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഒരുപാട് വീഡിയോസ് അതിനെ കുറിച്ച് ചെയ്തു. ഭയങ്കര ഓണായിരുന്നു ചാനലും. ആ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ആയി. നമ്മൾ എമ്പുരാൻ റിലീസിംഗ് ഡേറ്റും എല്ലാം അത് തന്നെയെന്ന് ഉറപ്പിച്ച് ഇനി റിലീസിങ്ങിനുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഓരോരോ അപ്ഡേറ്റുകളായിട്ട് ഡെയിലി പൃഥ്വിരാജ് ഓരോന്ന് തരുന്നുണ്ട് നമുക്ക്. സോ അപ്പൊ അതിന്റെ കൂടെ വന്ന ഒന്ന് രണ്ട് അപ്ഡേറ്റും വേറെ ഒന്ന് രണ്ട് രസകരമായ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഷെയർ അയച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് എനിക്ക് പറയാനെന്ന് വെച്ചാൽ ചില ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. ചില ഫാൻസുകാരുടെ, കാരണം ലാലേട്ടന്റെ കാലം കഴിഞ്ഞു, ലാലേട്ടൻ ഔട്ട്ഡേറ്റഡ് ആയി, ലാലേട്ടൻ എങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ എന്താ പറയാ, നമുക്കത് ശരിക്കും എപ്പോഴും ചിരിയാണ് വരിക. കാരണം മലയാളത്തിലെ ഇതേപോലെ ആഘോഷിച്ച ഒരു നടൻ മലയാള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഒരിക്കലും ഉണ്ടാവില്ല. ലാലേട്ടനെ പോലത്തെ ഒരു സ്റ്റാർഡവും അതേപോലെ തന്നെ ഏറ്റവും വലിയ ആക്ടറുമായ ഒരാൾ ഇനി ഒരു ഇൻഡസ്ട്രിയിലും എവിടെ ഉണ്ടാവാൻ പോകില്ല. പല ഇൻഡസ്ട്രിയിലും പല സ്റ്റാർസിനും നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴിൽ രജനീകാന്ത് കണ്ടിട്ടുണ്ട്, തെലുങ്കിൽ ചിരഞ്ജീവി ഉണ്ട്, കുറെ പേരുണ്ട്, അല്ലു അർജുൻ ആരും എടുക്കുക. അതേപോലെ തന്നെ ഏറ്റവും വലിയ ആക്ടർ ആയിട്ട് നിൽക്കുക, ഏറ്റവും വലിയ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ഇല്ല, ഒരു ഇൻഡസ്ട്രിയിലും ഇല്ല. ഇന്ത്യയിലെ ഒരു ഇൻഡസ്ട്രിയിലും എനിക്ക് തോന്നുന്നില്ല. ഈ രണ്ടും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ അത് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ അശ്വന്ത് ഗോക്ക് പറഞ്ഞ ഒരു കാര്യം കണ്ടെടുത്ത് പറയുകയാണെങ്കിൽ, ഇനി 500 പരാജയ സിനിമകൾ ലാലേട്ടൻ ചെയ്താലും ലാലേട്ടൻ്റെ സ്റ്റാർട്ടത്തിനൊന്നും ഒന്നും സംഭവിക്കാൻ പോകില്ല. കാരണം അത്രത്തോളം ഉള്ളത് അങ്ങേ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അത് തന്നെ ധാരാളമാണ് ഇനി ഒരു എത്രയോ വർഷങ്ങൾ അങ്ങനെ ഓർത്തിരിക്കാനും എന്താ പറയാ എല്ലാത്തിനും. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാല്, ഇപ്പോഴും എപ്പോഴത്തെയും പോലെ മലയാള സിനിമയ്ക്ക് ഓരോ മൈൽസ്റ്റോൺ ആയിട്ട് ഓരോ സിനിമകൾ ചെയ്ത്, ദൃശ്യം, പുലിമുരുകൻ, ലൂസിഫർ മുതൽ ഓരോരോ കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എല്ലാം അദ്ദേഹത്തിന്റെ മൂവീസാണ്. ലാലേട്ടന്റെ മൂവി കൊണ്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മലയാള സിനിമ ഓരോ ലെവലിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള ട്രൂത്ത് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സിനിമകളും കാര്യങ്ങളും കുറച്ച് പുറകോട്ട് പോയി ചിന്തിച്ചാൽ വെരി എവിഡന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം കുറച്ച് സിനിമകളൊന്നും പരാജയപ്പെട്ടു, ഒന്ന് രണ്ട് സിനിമകളുടെ പെർഫോമൻസ് മോശമായി എന്നുള്ളതൊന്നും അങ്ങനെ എവിടെയും ഒന്നും ബാധിക്കാൻ പോകില്ല. അപ്പൊ പറയുന്നവര് അവിടെ ഒന്ന് പറയട്ടെ. കാരണം എമ്പുരാൻ സിനിമയ്ക്ക് ഇപ്പം ഓവർസീസ് നിന്ന് കിട്ടിയ ഒരു അഡ്വാൻസ്, തിയേറ്റർ അഡ്വാൻസ് എന്ന് പറയുന്നത് 30 കോടി മുകളിലാണ്. അതായത് മലയാള സിനിമയിലെ ഹയസ്റ്റ് ആണ്. അതുപോരാഞ്ഞത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ 5ാം സ്ഥാനം. അതായത് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രഭാസും അല്ലു അർജുനും ഒക്കെ ഉള്ള സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ 5ാം സ്ഥാനം എമ്പുരാന്റെ 30+ crore ആണ്. അതായത് ഓവർസീസിന് കിട്ടിയ തിയേറ്റർ അഡ്വാൻസ്. അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഷെയർ ആയിട്ട് 40+ crore ആണ് കേരളത്തിൽ നിന്ന് കിട്ടിയിരുന്നത്. സോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബിസിനസ് വൈസ് ഒന്നും ഒരു ആക്ടർക്കും തൊടാൻ പറ്റില്ല. മലയാളത്തിൽ ഒരു ആക്ടർക്കും തൊടാൻ പറ്റാത്ത രീതിയിലാണ് എന്നും എത്ര ഭരോഷ വന്നാലും അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തിനും അദ്ദേഹത്തിന്റെ ഈ ആക്ടിങ്ങിനും നമ്മുടെ ഓഡിയൻസിലുള്ള സ്നേഹത്തിനൊന്നും ഒരു മാറ്റം വരില്ല. കാരണം എന്താ വെച്ചാല്, ഇത് നമുക്കറിയാം ഇതൊക്കെ ജസ്റ്റ് ടെമ്പററി ആണ്. കാരണം ആ ഒരു കംപ്ലീറ്റ് ആക്ടർ, ആ ഒരു ഏറ്റവും വലിയ സ്റ്റാർ അതൊന്നും എവിടെയും പോകുന്നില്ല. ചില മോശം സിനിമകൾ ഉണ്ടാവും, മോശം കാര്യങ്ങളും അവസ്ഥകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇത് ഇപ്പം തുടങ്ങിയൊന്നല്ല, ഇത് ഏതോ കാലങ്ങളായിട്ട് എല്ലാ ആക്ടേഴ്സിനും തുടരെ 10 സിനിമകളൊക്കെ പൊട്ടിയ ആക്ടേഴ്സ് ഇഷ്ടം പോലെ മലയാളത്തിൽ തന്നെ ഉണ്ട്. അന്ന് ഇത്ര ആഘോഷിക്കപ്പെട്ടില്ല. കാരണം മേ ബി നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ഭയങ്കര ഇതിലാണ് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. സോ അതുകൊണ്ടായിരിക്കും ഇപ്പം വല്ലാതെ ലാലേട്ടൻ എടുത്തതിനോട് എല്ലാവരും വലിച്ചു കയറുന്നത്. സോ എന്തായാലും അതൊന്നും എവിടെയും ബാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ബാധിക്കില്ല, അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് ബാധിക്കില്ല, അദ്ദേഹത്തിന്റെ സിനിമകൾക്കും ബാധിക്കുന്നില്ല. നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ ഇപ്പോഴും മലയാള ലാലേട്ടന്റെ സിനിമേനെ കവച്ചു വെക്കാനുള്ള ഒരു ആക്ടർ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരിൽ കണ്ടതാണ്. ആ പ്രതീക്ഷയും ആ ആഗ്രഹവും അതൊക്കെ തന്നെയാണ് നമ്മൾ എമ്പുരാനുള്ള കാത്തിരിപ്പും. അത് ഷുവർ ഷോർട്ട് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നൊക്കെ നമുക്ക് തിരിച്ചു നിൽക്കുന്നുള്ള ഒരു വല്ലാത്തൊരു വിശ്വാസം ആ സിനിമയ്ക്കുണ്ട്. സോ ആ സിനിമയിൽ ഇങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളും പിന്നെ അതിന്റെ കൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര എന്താ പറയുക, ഇന്നേ വരെ മലയാള സിനിമയ്ക്ക് ഒന്നുമില്ല ഒരു ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലൊന്നും ആ സ്ക്രീനിലൊന്നും ഒരു മലയാള സിനിമയുടെ ട്രെയിലർ ഒന്നും ഇതുവരെ വന്നിട്ട് തന്നെ എന്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. സോ അതിപ്പോ ലാലേട്ടൻ പൃഥ്വിരാജൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലെ എംബ്രാന്റെ ട്രെയിലർ അത് ആഘോഷമാക്കി ആരാധകർ. ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം.
കാരണം നമ്മളെ സ്റ്റീഫൻ നെടുമ്പലിന്റെ കോസ്റ്റ്യൂമിലൊക്കെയാണ് ആൾക്കാർ വന്ന് ആരാധകർ വന്നിട്ട് ടൈം സ്ക്വയറിൽ പാട്ടും ഡാൻസും ഒരു ഫ്ലാഷ് മോബ് പോലെയൊക്കെ തിയേറ്റർ അവിടെ ട്രെയിലറും കൂടി കാണിച്ചിട്ട് ഒരു ഗംഭീര പരിപാടി ഉണ്ട്. നമുക്ക് ഒരു വീഡിയോ കണ്ടോക്കാം. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ലാലേട്ടൻ തന്നെ നമ്മുടെ യുഎസിലുള്ള കുറച്ച് പേർക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത വീഡിയോ ആണ്. ഈ സിനിമയുടെ സബ്ജക്ട് വൈസ് ആണെങ്കിലും അതിന്റെ ഒരു വലുപ്പമാണെങ്കിലും അതിന്റെ മേക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും അതൊരു മലയാളത്തിൽ ഒരിക്കലും ഒതുങ്ങിക്കേണ്ടല്ല, അതൊരു ഇന്ത്യയിൽ ഒതുങ്ങിക്കേണ്ട ഒരു സിനിമയല്ല. എനിക്ക് തോന്നുന്നു ഇന്റർനാഷണലി ഒന്ന് നമ്മൾ അക്ലൈം ചെയ്യപ്പെടേണ്ട ഒരു ആ സ്റ്റാൻഡേർഡിൽ എടുത്ത സിനിമയാണ് എന്തായാലും ഇത്. സോ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഒരുപാട് റിയാക്ഷൻ ചാനലുകളിൽ ഫോറിനേഴ്സിന് കാണാറുണ്ട് ലാലേട്ടൻ സിനിമകളും മലയാള സിനിമകളും ഒക്കെ റിയാക്ട് ചെയ്യുന്നത്. സോ ഓൾറെഡി നമുക്ക് അവിടെയൊക്കെ ഫാൻസ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർ എല്ലാവരും OTT വരുമ്പോഴാണ് ഒട്ടുമിക്ക വേറെ നോൺ മലയാളീസും ഒക്കെ നമ്മുടെ മലയാള സിനിമകൾ എപ്പോഴും കാണുക. അവർക്ക് പോലും തിയേറ്ററിലൊക്കെ പോയിട്ട് ആഘോഷിക്കാനുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഉള്ള ഒരു വലിയ സിനിമയാണത്. സോ അതും കൂടി ഈ സിനിമയിൽ കൂടെ സാധ്യമാകുകയാണെങ്കിൽ അത് വളരെ വലിയ കാര്യമായി. ആ ഒരു ഇതും കൂടി നമുക്ക് ഈ സിനിമ കൂടെ സാധ്യമാവണം. ഞാൻ ഏറ്റവും പ്രതീക്ഷിക്കുന്നതാ നമ്മളെ കേരളത്തിന് പുറത്തുള്ള ഓഡിയൻസ് തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണാൻ ആ ഒരു സംഭവം മാർക്കോക്ക് ഇപ്പൊ നമുക്ക് കുറച്ച് കിട്ടിയ പോലെ അതിന്റെ ഒരു 5 ഇരട്ടിയെങ്കിലും അത്രത്തോളം ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ടാൽ അതൊക്കെ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് അതിനുള്ള മെറ്റീരിയൽ ഈ സിനിമയിൽ എന്തായാലും ഉണ്ട്. സോ ആൾക്കാർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി. മലയാളികൾ ഇത് ആഘോഷമാക്കുന്നതിന് ഉറപ്പില്ല, ബാക്കിയുള്ള ആൾക്കാരും കൂടി ഒന്ന് ഏറ്റെടുത്താല് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പറയുന്ന പാൻ ഇന്ത്യൻ ആയിട്ടുള്ള മലയാളത്തിലുള്ള ഒരു ബാഹുബലി, ഒരു KGF തന്നെ ഉറപ്പായിട്ട് ഇതാവും. ഇതിന്റെ കണ്ടന്റും മേക്കിംഗ് വൈസ് ഒക്കെ അതാണെന്നുള്ള നമുക്ക് ഇപ്പൊ തന്നെ അറിയാൻ ഒരു വിശ്വാസം ഉണ്ട് നമുക്ക്. പക്ഷെ എപ്പോഴും നമ്മൾ മലയാള സിനിമയ്ക്ക് സംഭവിക്കുന്ന ആ ഒരു റീച്ച്, ഔട്ട് ഓഫ് കേരള നമുക്ക് കിട്ടാത്ത റീച്ച് ഉണ്ട്. അത് ഈ സിനിമയിൽ കൂടെ സാധ്യമാകും എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. 27-ാം തീയതി അതന്നെ നടക്കും, 27-ാം തീയതിക്ക് ശേഷം അതന്നെ ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കുന്ന നടക്കുന്നുള്ള ഉള്ളിൽ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. അത് അങ്ങനെ തന്നെ ആവുമെന്ന് വിശ്വസിക്കാം. സോ അടുത്ത അപ്ഡേറ്റ് ഒരു വീഡിയോ ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.